ഗുഡ് മോർണിംഗ്. കുറെ നേരമായി വന്നിട്ട്? കുറച്ച് നേരമായുള്ളൂ. സിസ്റ്റർ സമയത്ത് വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അതിനോട് വെയിറ്റ് ചെയ്ത് വരുന്നതാ. കാപ്പിയൊക്കെ കുടിച്ചിട്ടായിരിക്കും ഇറങ്ങിയത്? അതെ സിസ്റ്റർ. ഇപ്പൊ അൽഫോൻസാമ്മയുടെ തിരുനാളിന്റെ സമയമല്ലേ, അപ്പൊ എല്ലാ സ്കൂളുകളിലും ഇങ്ങനെ ആഘോഷങ്ങളും തിരുനാളിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഈ പിള്ളേർ കൊണ്ടും സൂക്തം പറയിപ്പിക്കുക, അത് വീഡിയോ എടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ ഈ സൂക്തം എന്ന് പറഞ്ഞാൽ എന്താ ടീച്ചറേ? ഈ അൽഫോൻസാമ്മയുടെ തിരുനാൾ എന്ന് പറയുന്നത് വലിയ തിരുനാളായിട്ട് ആഘോഷിക്കുന്നു. നമ്മുടെ പാലാരൂപതയിൽ എന്ന് വെച്ചാൽ അൽഫോൻസാമ്മയുടെ തിരുനാൾ ദിനം ജൂലൈ 28 വർക്കിംഗ് ഡേ ആണെങ്കിൽ നമ്മുടെ രൂപതയുടെ കീഴിലുള്ള എല്ലാ സ്കൂളുകളിലും അവധി കൊടുത്ത് മറ്റൊരു ദിവസത്തേക്ക് പ്രവൃത്തിദിനമാക്കി നമ്മൾ ആഘോഷിക്കുന്നു. അത്രമാത്രം പ്രാധാന്യം അൽഫോൻസാമ്മയുടെ തിരുനാളിനുണ്ട്. അൽഫോൻസാമ്മയുടെ സൂക്തങ്ങൾ എന്നൊക്കെ പറയുന്നത് അത് അൽഫോൻസാമ്മ ജീവിച്ചിരുന്ന കാലത്ത് അൽഫോൻസാമ്മ സ്വന്തം കൈപ്പടയിൽ ഡയറിയിൽ എഴുതി വയ്ക്കുകയും പിന്നെ അൽഫോൻസാമ്മ ജീവിച്ച കാര്യങ്ങൾ അൽഫോൻസാമ്മ ഇങ്ങനെ മാമൂലിയായിട്ട് പറയുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്തു. അൽഫോൻസാമ്മയുടെ ജീവിതത്തിൽ ഒരു ചെറിയ കാര്യം എടുത്താൽ പോലും അൽഫോൻസാമ്മ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എല്ലാവരോടും സ്നേഹമാണ്, ആരെയും വെറുക്കാൻ എനിക്ക് സാധിക്കുകയില്ല. അൽഫോൻസാമ്മ അത് പറഞ്ഞു, അൽഫോൻസാമ്മ ജീവിച്ചു. അതിന് ഉദാഹരണം ടീച്ചറെ അൽഫോൻസാമ്മയുടെ ജീവചരിത്രം ഞാനും വായിച്ചിട്ടുണ്ടോ? ഞാനിങ്ങനെ പലരുടെ അടുത്തും കേട്ടിട്ടുണ്ട്. അൽഫോൻസാമ്മയുടെ ജീവിത ചരിത്രത്തിലെ ഒരു സംഭവമുണ്ട്. അൽഫോൻസാമ്മ രോഗിയായി കിടന്നിരുന്ന സമയത്ത്, നടന്നു പോകാൻ സാധിക്കാത്ത സമയത്ത് അവിടെ ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു വ്യക്തി ആസ്മ ശുശ്രൂഷി കുടിക്കാൻ വെള്ളം കൊണ്ടു കൊടുത്തപ്പോൾ ആ ബോധപൂർവം കാലിൽ പൊള്ളിച്ച ഒരു സംഭവമുണ്ട്. അപ്പം ആ ഒരു സംഭവം നടന്നപ്പോൾ പോലും അൽഫോൻസാമ്മ ആ ചേച്ചിയെ വേദനിപ്പിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്തില്ല. പിന്നെ മഠത്തിലെ മദർ വന്ന് അൽഫോൻസാമ്മയോട് ഇതിൻ്റെ വിശദീകരണം ചോദിച്ചപ്പോഴും ആ ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്തുകയോ ആ ചേച്ചിക്ക് വേദന വരുന്ന രീതിയിൽ സംസാരിക്കുകയോ ഒന്നും ചെയ്തില്ല. അത്രമാത്രം അൽഫോൻസാമ്മ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെയും ഒക്കെ ഉള്ളിൽ സ്നേഹം നിറച്ച. അപ്പോൾ അൽഫോൻസാമ്മയുടെ വാക്കുകൾക്ക് സ്വർഗത്തിൻ്റെ ഒരു കയ്യൊപ്പുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന സ്വർഗത്തിൻ്റെ കയ്യൊപ്പെന്ന് പറയുമ്പം അത് ഒരു ദൈവികമായ ഒരു കാഴ്ചപ്പാടോടുകൂടി എല്ലാം കാണുന്ന ഒരു ചൈതന്യം ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. പിന്നെ അൽഫോൻസാമ്മയുടെ വാക്കുകൾക്ക് അല്ലെങ്കിൽ മൊഴികൾക്ക് സ്വർഗത്തിൻ്റെ കയ്യൊപ്പുണ്ടെന്ന് പറയുമ്പം മറ്റൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പറയുന്ന ഒരു വാക്കിന് അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ആധികാരികത അല്ലെങ്കിൽ അത് മറ്റുള്ളവർ അംഗീകരിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ജീവിച്ച് കാണിച്ചാൽ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? നമ്മുടെ ജീവിതവും നമ്മുടെ വാക്കുകളും സമരസപ്പെട്ടു പോകുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ആരോട് നമുക്ക് എപ്പോൾ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും പറയാം അല്ലേ? അല്ലെങ്കിൽ പിന്നെ എന്താ നമ്മൾ ജീവിക്കുന്നത് ഒരു വഴി, നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചിട്ട് മറ്റുള്ളവരോട് പറയും ഇതാണ് എന്ന് പറയുന്നത് അതിലർത്ഥമില്ല അല്ലേ? നല്ലത് ഏതാണെന്ന് നമുക്കറിയുകയും നമ്മൾ നല്ലതുപോലെ ജീവിക്കുകയും ചെയ്താൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കും. മറ്റുള്ളവർ നമ്മുടെ വാക്കുകൾ അംഗീകരിക്കണം, അതിന് ഇന്നും പ്രസക്തി വേണമെങ്കിൽ നമ്മുടെ ജീവിതം അതുപോലെയാണ്. അതുകൊണ്ടാണ് അൽഫോൻസാമ്മ പറഞ്ഞ വാക്കുകളും ജീവിത രീതിയും എല്ലാം ഒരുപോലെ പോയതുകൊണ്ടാണ് ഇന്നും അൽഫോൻസാമ്മയുടെ വാക്കുകൾക്ക് പ്രസക്തിയേറുന്നത്. അത് കുഞ്ഞുങ്ങൾക്കെല്ലാം വലിയ ആഗ്രഹമാണ്. അൽഫോൻസാമ്മ എന്താണ് പറഞ്ഞത് അത് പഠിക്കണം, അങ്ങനെ ജീവിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളത് കൊണ്ടും പിന്നെ അതിൻ്റെ ഒരു പ്രചോദനം കുട്ടികൾക്ക് കിട്ടാനൊക്കെയാണ് സ്കൂളുകളിൽ ഈ സൂക്തമൊക്കെ പഠിപ്പിക്കുന്നത്. അതുമാത്രം പ്രസക്തിയുണ്ട്. നമ്മുടെ സ്കൂളിലും കുട്ടികൾ ഇങ്ങനെ സൂക്തങ്ങളൊക്കെ പഠിച്ചിങ്ങനെ റെഡിയായി നിൽപ്പുണ്ട്. നമുക്കൊന്ന് കേൾക്കാം. ടീച്ചറിന് അത് ഒരു പ്രചോദനമാകട്ടെ. ഓക്കെ സിസ്റ്റർ, ശരി. ഓ ഈശോനാഥ, അങ്ങേ ദിവ്യ ഹൃദയത്തിലെ മുറിവിൽ എന്നെ മറിക്കണമേ. ഞാൻ എന്ത് കാര്യം അപേക്ഷിച്ചാലും എന്റെ നല്ല ദൈവം ഒരിക്കൽ പോലും എന്റെ അപേക്ഷ സാധിച്ചു തരാതിരുന്നിട്ടില്ല. ഈശോ എന്റെ തിരുനാമം ഉച്ചരിക്കുന്ന എന്റെ നാവിന് ഏറെ മധുരമാണ്. പുഞ്ചിരി തിരുവട്ടമാണ്, സങ്കടപ്പെടുന്ന മോത്ത് നോക്കി കരഞ്ഞോടെ ഞാൻ പുഞ്ചിരിക്കും.